നമ്മൾ ഇന്നൊരു റെഡ് ഹെയർ ഡൈ ഉണ്ടാക്കാൻ പോകുന്നത്. ബർഗണ്ടി കളറുള്ള ഹെയർ ഡൈ ഉണ്ട്, ഇപ്പോൾ റെഡ് കളറുള്ള ഹെയർ ഡൈ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. നമ്മുടെ കറുത്ത മുടിയിലേക്കും ഇടാൻ പറ്റുന്ന നല്ലൊരു ഷൈനിങ് ഒക്കെ കൊടുക്കുന്ന, അതുപോലെ നരച്ച മുടിയിലും വർക്കാവുന്ന ഒരു ഡൈ ആണ്, ഹെയർ ഡൈ ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൊടിയാണ്. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബീട്രൂട്ടിൻ്റെ പൊടി ഇല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ വെള്ളം, അതായത് 2 ബീട്രൂട്ട് എടുക്കുക, മീഡിയം സൈസ് ബീട്രൂട്ട്, അതിൻ്റെ ജ്യൂസ് എടുത്ത് വയ്ക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഇത് ജ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓൺ ചെയ്യണം എന്നില്ല, തീ കത്തിച്ചത് കുറുക്കിയെടുക്കണം എന്നില്ല. ഇതിപ്പം പൊടി ആയതുകൊണ്ട് എനിക്കിത് കലക്കണമെങ്കിൽ കുറച്ച് ചൂട് വേണം. അപ്പോൾ നമുക്ക് ആദ്യം തിളപ്പിച്ചെടുക്കണം. 2 കപ്പ് വെള്ളം നമ്മുടെ ബീട്രൂട്ടിലേക്ക് ഒഴിക്കണം. ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് നമ്മളിത് വെക്കുന്നത്. അപ്പോഴാണ് ശരിക്കും അതിൽ നിന്ന് ഡൈ ഒക്കെ റിലീസായിട്ട് ഇറങ്ങുള്ളൂ. ബീട്രൂട്ട് നന്നായിട്ട് തിളപ്പിക്കണം, അതാണ് ആദ്യം ചെയ്യുന്നത്. ജ്യൂസ് ആണെങ്കിൽ തിളപ്പിക്കണം നിർബന്ധമില്ല, അല്ലാതെ തന്നെ നമ്മളിനി ചേർക്കാൻ പോകുന്ന പൗഡേഴ്സ് ഡയറക്റ്റ് മിക്സ് ചെയ്ത് അടച്ചു വെച്ചാൽ മതി. പക്ഷേ എനിക്കിത് പൗഡർ ആയതുകൊണ്ട് അതിന് നല്ലോണം ജ്യൂസ് റിലീസ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബോയിൽ ചെയ്യണം. ഏകദേശം നമ്മളൊരു 5 മിനിറ്റെങ്കിലും ഇത് ബോയിൽ ചെയ്യണം. ഞാനിപ്പോൾ ഒന്ന് സിമ്മിൽ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തിളച്ച് പൊന്തിപ്പോവും. ശരിക്കും അതിലത്തെ ജ്യൂസൊക്കെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്ലെയിമിലിടണം. ഫ്ലെയിം ഓഫാക്കുക, കുറച്ച് നേരം വെക്കുക. ചൂടാറിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാം. നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസും ചേർക്കാം. മൈലാഞ്ചിപ്പൊടി വേണം നമുക്ക്, ഏകദേശം 20 ഗ്രാമോളം മൈലാഞ്ചിപ്പൊടി ചേർക്കാം. അതുപോലെ ഇത് ഇൻഡിഗോ പൗഡറാണ്, അമാസിൻ്റെ ഇൻഡിഗോ പൗഡർ. നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന ഡൈ ഉണ്ടല്ലോ അതിൻ്റെ ഇൻഡിഗോ പൗഡറാണ്, അത് ചേർക്കുക. 20 ഗ്രാം തന്നെ ചേർക്കുക. ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് ത്രിഫല ആണെങ്കിൽ ത്രിഫല എടുക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് താളിപ്പൊടിയാണ്, അമാസിൻ്റെ താളിപ്പൊടി എടുത്തിരിക്കണേ. ഇതിൽ നമുക്ക് നെല്ലിക്കയുടെ പൊടി വരുന്നുണ്ട്, ഉലുവയുടെ പൊടി വരുന്നുണ്ട്, ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടി വരുന്നുണ്ട്, അതുപോലെ സോപ്പിനട്ട് പൗഡറും ശിക്കാക്കായ് പൗഡറും എല്ലാം കൂടെ മിക്സാണ്. നമുക്ക് കേശതാളിയായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഹെയർ വാഷ്, അതാണ് ചേർക്കണേ. ഇനി നമുക്ക് നമ്മുടെ പൗഡേഴ്സ് എല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ആവണം. കട്ടകളൊന്നും ഇല്ലാണ്ട് ബ്ലെൻഡ് ആയതിനു ശേഷം ഒരു 10 ml എസെൻഷ്യൽ ഓയിൽ, അത് ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ടീ ട്രീ, ലാവൻഡർ, ലെമൺ, ഓറഞ്ച്, റോസ്മേരി, നമുക്ക് തലയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഏത് എസെൻഷ്യൽ ഓയിൽ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അടച്ച് വെക്കുക, ഒരു ഓവർനൈറ്റ് ഫുള്ള് വയ്ക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 8 hours വെച്ച് കഴിഞ്ഞാൽ ഡൈ നമുക്കതിൽ നിന്ന് റിലീസാവും. ഇത് ഞാൻ ഇന്നലെ നൈറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ് കേട്ടോ. നന്നായിട്ട് ഡൈ ഒക്കെ റിലീസായിട്ടുണ്ട്. ഇത് നമുക്ക് മുടിയിലിട്ട് കൊടുക്കാം. മുടിക്ക് നല്ലതാണ്, നല്ലൊരു ഷൈനിങ് ഒക്കെ കിട്ടാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ റിക്കറൻ്റായിട്ട് അതൊരു ആഴ്ചയിൽ ഓരോ തവണ വെച്ച് യൂസ് ചെയ്തൊരു 4 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേനും ആ മുടിക്ക് ആ ഒരു ബീട്രൂട്ടിൻ്റെ ഒക്കെ ഒരു ഷൈനിങ്, ഒരു എന്താ പറയുക, റെഡ് കളർ നമുക്ക് പതുക്കെ വരും. ഫുള്ളായിട്ട് ചേഞ്ച് ആവില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ഇതൊന്നും ചെയ്ത് നോക്കാം. നാച്ചുറലായിട്ട് നമുക്കൊരു ഹെയർ ഡൈ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് കാണിച്ചത് കേട്ടോ.